ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ ഡോൾസ് ജേർണി എന്ന പാഠത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഓഥറും അതുപോലെ ഈ കുട്ടിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റിലുള്ള ആക്ടിവിറ്റീസ് നോക്കാം. നമ്മൾ കോൺവെർസേഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ചെറിയൊരു ആക്ടിവിറ്റി അതിന് മുൻപ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്തിട്ട് കോൺവെർസേഷനിലേക്ക് വരാം. റീഡ് ദ സ്റ്റോറി വൺസ് അഗെയിൻ ആൻഡ് ഐഡന്റിഫൈ ദ ഫോളോയിങ്: ലൊക്കേഷൻ, ക്യാരക്ടേഴ്സ് ആൻഡ് തീംസ്. ലൊക്കേഷൻ, അപ്പോൾ ഈ കഥയിലെ ലൊക്കേഷൻ, അതായത് കഥ നടക്കുന്ന സ്ഥലം, ക്യാരക്ടേഴ്സ്, ഇതിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ ഉള്ള കഥാപാത്രങ്ങൾ, അതുപോലെ ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആശയങ്ങൾ, തീംസ്, ഇങ്ങനെ 3 കോളങ്ങളായിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ലൊക്കേഷൻ നമുക്കറിയാം, എ പാർക്ക് ഇൻ ബെർലിൻ. ബെർലിനിലെ ഒരു പാർക്കിലാണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ ലൊക്കേഷൻ നമുക്ക് പാർക്ക് ഇൻ ബെർലിൻ എന്ന് കൊടുക്കാം. ക്യാരക്ടേഴ്സ്: ഫ്രാൻസ് കാഫ്ക, ഗേൾ, ഡോൾ വേണമെങ്കിൽ നമുക്ക് എഴുതാം, ഡോൾസ് ലെറ്റേഴ്സ് വേണമെങ്കിൽ നമുക്ക് എഴുതാം, ഡോൾസ് സപ്പോസ്ഡ് ഫിയാൻസെ, അതായത് ഈ കത്തിൽ പറയുന്ന ഈ പാവ വിവാഹം കഴിക്കാൻ പോകുന്ന ആള്, ഇതൊക്കെ നമുക്ക് എഴുതാം. അപ്പൊ ക്യാരക്ടേഴ്സ്, ലൊക്കേഷൻ, ഇതൊക്കെ കിട്ടി. ഇനി ഇതിലെ തീംസ് എന്തൊക്കെയാണ്? ചൈൽഡ്ഹുഡ് ഇന്നസെൻസ്, അതായത് കുട്ടികളുടെ നിഷ്കളങ്കത, ഇമാജിനേഷൻ, ലോസ് ആൻഡ് ലോങ്ങിങ്, കംഫർട്ട് ആൻഡ് ഡിസെപ്ഷൻ, ക്ലോഷർ ആൻഡ് അക്സെപ്റ്റൻസ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കമ്പാഷൻ. അപ്പൊ ഇതൊക്കെയാണ് ഇതിലെ തീംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ കോൺവെർസേഷനിലേക്ക് പോകാം. റീഡ് ദീസ് സെന്റൻസസ് ടേക്കൺ ഫ്രം ദി സ്റ്റോറി. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. Kafka was walking through a park in Berlin. He met a girl who was crying because she had lost her favorite doll. അപ്പോൾ ഇതൊരു ശനിയാഴ്ച ദിവസം വൈകുന്നേരമായിരുന്നു. കാഫ്ക പാർക്കിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കുട്ടി കരയുന്നത് കണ്ടത്. അപ്പോൾ കാരണം അന്വേഷിച്ചപ്പോൾ ആ കുട്ടിക്ക് തൻ്റെ പ്രിയപ്പെട്ട പാവയെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് കരയുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയെ സമാധാനിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഹിയർ ഈസ് എ സ്മോൾ പാർട്ട് ഓഫ് ദിസ് കോൺവെർസേഷൻ, ക്യാൻ യു കംപ്ലീറ്റ് ഇറ്റ്? അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കാഫ്ക പറയുന്നു, ഓ ഡിയർ, വൈ ആർ യു ക്രൈങ്? മൈ ലെവി, മൈ ഡോൾ. ഇപ്പൊ ഡോളിന്റെ പേരാണ് കേട്ടോ ഈ ലെവി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഓ ഡിയർ, വൈ ആർ യു ക്രൈങ്? നീ എന്തിനാണ് കരയുന്നത്? ഐ ഹാവ് ലോസ്റ്റ് മൈ ഫേവറേറ്റ് ഡോൾ. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പാവയെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ലെവി, ആൻഡ് ഐ ക്യാൻ ഫൈൻഡ് ഹെർ എനിവെയർ. അതിനെ എനിക്ക് എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പൊ കാഫ്ക പറയാണ്, ഐ ആം സോ സോറി ടു ഹിയർ ദാറ്റ്. അത് വളരെ എനിക്ക് സങ്കടമുണ്ട് ഇങ്ങനെ സംഭവിച്ചത്. വെൻ ഡിഡ് യു ലാസ്റ്റ് സീ ഹെർ? എപ്പോഴാണ് അവളെ അവസാനമായിട്ട് കണ്ടത്? ഐ ഹാഡ് ഹെർ വിത്ത് മീ ജസ്റ്റ് എ ലിറ്റിൽ വൈൽ എഗോ. കുറച്ചു മുമ്പ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നൗ ഷീ ഈസ് ഗോൺ. പക്ഷെ ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല. അപ്പൊ കാഫ്ക പറയാണ്, ലെറ്റ്സ് ലുക്ക് ഫോർ ഹെർ ടുഗദർ. നമുക്ക് രണ്ടുപേർക്കും കൂടി അവളെ അന്വേഷിച്ചാലോ, പാവയെ അന്വേഷിച്ചാലോ? ഐ എം ഷുവർ വി വിൽ ഫൈൻഡ് ഹെർ. നമുക്ക് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാം. റിയലി? യു വുഡ് ഹെൽപ്പ് മീ? എന്നെ സഹായിക്കുമോ? ഓഫ് കോഴ്സ്. എ ലോസ്റ്റ് ഡോൾ ഈസ് എ സീരിയസ് മാറ്റർ. പാവ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണം. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ സെർച്ച് നൗ. നമുക്ക് തിരയൽ ആരംഭിക്കാം. ഗേൾ, താങ്ക് യു സോ മച്ച്. ഹെർ നെയിം ഈസ് ലെവി. അപ്പോൾ പാവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അവളുടെ പേര് ലെവി എന്നാണ്. ഷീ ഹാസ് എ പിങ്ക് ഡ്രസ്. പിങ്ക് കളർ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാഫ്ക ചോദിക്കുകയാണ്, പിങ്ക് ഡ്രസ്, ദാറ്റ് ഷുഡ് മേക്ക് ഹെർ ഈസിയർ ടു സ്പോട്ട്. പിങ്ക് ഡ്രസ് ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം നമുക്ക് കണ്ടെത്താം. പെട്ടെന്ന് നമ്മുടെ കാഴ്ചയിൽ വരുമല്ലോ കളർ. ലെറ്റ്സ് സ്റ്റാർട്ട് നിയർ ദ ബെഞ്ച് വെയർ യു വർ സിറ്റിംഗ്. അപ്പോൾ നമുക്ക് ആദ്യം നീ ഇരുന്ന ആ ബെഞ്ചിൻ്റെ അവിടെ പോയി നോക്കാം എന്ന് പറയും. ഗേൾ, ഓക്കെ, ലെറ്റ്സ് ഗോ. ഐ ഹോപ്പ് വി ഫൈൻഡ് ഹെർ സൂൺ. നമുക്ക് പെട്ടെന്ന് തന്നെ അവളെ കണ്ടുപിടിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം. മീ ടു. അതെ, നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. ബട്ട് ഇഫ് വി ഡോണ്ട് ഫൈൻഡ് ഹെർ ടുഡേ, ഡോണ്ട് വറി, വി ക്യാൻ കം ബാക്ക് ടുമോറോ ആൻഡ് കീപ് ലുക്കിംഗ്. ഇനി ഇന്ന് നമ്മൾ തെരഞ്ഞിട്ട് കണ്ടെത്തിയില്ലെങ്കിലും വിഷമിക്കാനില്ല. നമുക്ക് നാളെ വീണ്ടും വരാം, എന്നിട്ട് നമുക്ക് വീണ്ടും തിരയാം. അപ്പോൾ ഗേൾ പറയാണ്, യു വുഡ് കം ബാക്ക് ടുമോറോ ജസ്റ്റ് ടു ഹെൽപ്പ് മീ ഫൈൻഡ് മൈ ഡോൾ. അപ്പൊ നാളെയും എന്നെ സഹായിക്കാൻ വരുമെന്നാണോ പറയുന്നത്? അബ്സല്യൂട്ട്ലി, തീർച്ചയായും. ആൻഡ് മേ ബി ലെവി ഈസ് ഓൺ എ ലിറ്റിൽ അഡ്വഞ്ചർ ഓഫ് ഹെർ ഓൺ. ചിലപ്പോൾ ലെവി എന്തെങ്കിലും അതിൻ്റെ എന്തെങ്കിലും കാര്യത്തിന് പോയതായിരിക്കും. ചിലപ്പോൾ നാളെ തിരിച്ചു വരികയായിരിക്കും. ഡോൾ സംടൈംസ് ലൈക്ക് ടു എക്സ്പ്ലോർ, യുനോ. അപ്പോൾ ഈ പാവകൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ചിലപ്പോൾ തൊട്ടടുത്തുള്ള
കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ അന്വേഷിച്ച് ഇതിങ്ങനെ നടന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ദാറ്റ് വുഡ് ബി നൈസ്. ഐ നെവർ തോട്ട് ഓഫ് ഇറ്റ് ദാറ്റ് വേ. ഞാൻ അങ്ങനെ ആലോചിച്ചില്ല. ആൻഡ് ഹൂ നോസ്, മേ ബി ലെവി വിൽ ഹാവ് സ്റ്റോറീസ് ടു ടെൽ വെൻ വി ഫൈൻഡ് ഹർ. അപ്പോൾ നമ്മൾ ഇനി ലെവിയെ കണ്ടെത്തി കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ലെവിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടാവും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.